ലവ് മാരേജ്. എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. അതിലേക്ക് എത്താൻ ചാറ്റ് ചെയ്യുന്നതിന് ഷൈ വേണ്ടല്ലോ. ചേച്ചി ആദ്യമായിട്ട് ചേട്ടന്റെ സ്ക്രീനിൽ കാണുന്നല്ലേ ഇല്ലേ ബിഗ് സ്ക്രീനില് എങ്ങനെയുണ്ടായിരുന്നു ചേട്ടന്റെ സെക്കൻഡ് ടൈം അതിന് മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. ഇഷ്ടമല്ലേ? ഇത് മെയിൻ റോൾ ചെയ്യുന്ന യൂട്യൂബർ ആയിട്ടുള്ള അഖിലിന്റെ ഭാര്യ ഒളിച്ചോടി എന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ രാവിലെ കണ്ടത്. അത് കേട്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. കാരണം വെച്ചാൽ ചെയ്യുമോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ തോന്നി. കാരണം ഇത്തിരി പബ്ലിസിറ്റി ഒക്കെ ഉള്ള ഒരു വ്യക്തി, അതും നല്ല 3 ലക്ഷം രൂപയുടെ സാലറി ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതൊക്കെ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഈ ഒരു യൂട്യൂബർ എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നല്ല ഏണിങ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് ഒരു പാഷൻ, അഭിനയം ഒക്കെയാണ് ആളുടെ പാഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് സോഷ്യൽ മീഡിയ വഴി കണ്ട് പരിചയപ്പെട്ടു. അവസാനം കല്യാണം കഴിച്ചു, 1 വർഷമായി. വീട്ടുകാരായിട്ട് നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും കഴിഞ്ഞ ദിവസം എന്തോ ആണ് ആള് വേറൊരു വ്യക്തിയുടെ കൂടെ ഒളിച്ചോടി പോകേണ്ടത്. അതായത് ബസ് ഡ്രൈവറിന്റെ കൂടെയോ ബസ് കണ്ടക്ടറിന്റെ കൂടെ എന്തോ ആണ് ആള് ഒളിച്ചോടി പോയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു അഖിൽ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഈ ഒരു കുട്ടി പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നേരെ ഇങ്ങനെ ബാഗും സൂക്കേഴ്സൊക്കെ എടുത്ത് ഓടുകയാണ് ചെയ്തിട്ടുള്ളത്. എന്താല്ലേ വളരെ കഷ്ടം തോന്നുന്നുണ്ട്. കാരണം ഇപ്പൊ ആ ഒരു പയ്യന്റെ മാനസികാവസ്ഥ എത്രത്തോളം ഏത് ഘട്ടത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മാത്രമല്ല, ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയ സമയത്തും ഈ ഒരു വ്യക്തി പറഞ്ഞത്, എനിക്ക് അനൂപ് എന്ന് പറയുന്ന വ്യക്തിയുടെ പോകാനാണ് താല്പര്യം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ഭർത്താവ് എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടായിരിക്കാം. ബർത്ത്ഡേക്ക് കാറ് വേണമെന്ന് പറഞ്ഞാൽ കാറ് തന്നെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. ഓരോ സ്ഥലങ്ങളും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ അറിയാം. ഇപ്പൊ തന്നെ രഞ്ജനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആത്മഹത്യ നമ്മൾ കണ്ടതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഷഹല എന്ന് പറയുന്ന ഒരു വ്യക്തി, ഭർത്താവ് ഇത്രയും നല്ലൊരു ഭർത്താവ് കൂടെ നന്നായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അതിനിടയിൽ കൂടി ചാടി വേറൊരുത്തൻ്റെ കൂടെ, അതും കള്ളും കഞ്ചാവും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെയാണ് 3 മക്കളുള്ള ഒരു വ്യക്തിയുടെ കൂടെ ഇറങ്ങിപ്പോയത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും സുഖ സൗകര്യങ്ങളോട് കൂടി ജീവിക്കുമ്പോഴത്തേക്ക് ഇക്കരെ നിന്നാൽ അക്കരെ പച്ച, അക്കരെ നിന്നാൽ ഇക്കരെ പച്ച എന്ന് തോന്നുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. ചാറ്റ് ചെയ്യുന്നതിന് ഷൈ വേണ്ടല്ലോ. അവിടെ ഒരു മടി ഉണ്ടായില്ല. എവിടെ വെച്ചാ മേഘനെ കണ്ടേ? അത് എന്റെ വീടിനടുത്ത് തന്നെയാണ് വീട്. ഞങ്ങള് അത് ഈ പറഞ്ഞ ഞങ്ങൾ മിണ്ടുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ അവളെ കണ്ടിട്ടില്ല. എനിക്കൊന്ന് അവർ അച്ഛനെ കണ്ടുണ്ട്. അച്ഛനെ എനിക്കറിയാം. അപ്പൊ മിണ്ടിയതിന് ശേഷമാണ് അറിയുന്നത് ഇന്ന ആളുടെ. അല്ല, മിണ്ടണെങ്കിൽ ആദ്യം എവിടെയാ കണ്ടേ? സോഷ്യൽ മീഡിയയില്. ഓ, സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ട് ചാറ്റിംഗ് തുടങ്ങി. ചാറ്റ് ചെയ്തു. ഓക്കെ. പിന്നെ ഫോൺ വിളിച്ചു. അങ്ങനെ കുറച്ചുകൂടെ അടുത്തു. പിന്നെ വിചാരിച്ചു ഒരുപോലെ പോവാം. അങ്ങനെ വീട്ടില് പറഞ്ഞു. ആദ്യം കുറച്ച് ഇതൊക്കെ ഉണ്ടായത്. പക്ഷെ നല്ലത് പിന്നെ അവർക്ക് മനസ്സിലായി സംഭവം ഉണ്ടത്. അപ്പൊ രണ്ട് വീട്ടുകാർക്ക് ഓക്കെ ആയി. പിന്നെ അവർ സംസാരിച്ചു. ഞാൻ അവസാനം ഒരു കല്യാണത്തിൽ എത്തിച്ചു. മേഘയുടെ ക്യാരക്ടർ എങ്ങനെയാ? ഇതേപോലെ എത്ര ഇൻട്രോവേർട്ട് ആണോ? അവളും കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. അവർ ഈ പറഞ്ഞോട്ട് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറെ കൂടെ ധൈര്യശാലിയാണ്. ഈ പറഞ്ഞ ഗേൾസ് കുറച്ചുകൂടെ സ്മാർട്ടാണ്. കാര്യങ്ങളൊക്കെ നല്ല ചെയ്തോളൂ. അപ്പോ മേഘ ഇപ്പത്തെ സൈഡിൽ നല്ല സ്മാർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ മേഘയില് എന്തെങ്കിലും കൊണ്ട് തന്നെ മേഘ മാക്സിമം അഖിലിനെ പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഫുൾ ബാക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട്, അല്ലേ? ആ ഒരു എനർജി ലെവലിലാണ് അഖിൽ എനിക്കിപ്പോ തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് ബൂസ്റ്റ് ആവാൻ പറ്റും, അല്ലേ? ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. അത് വന്നിട്ട് അതിന് കുറച്ച് മാനേഴ്സ് ഉണ്ട്, അതിൻ്റെ ഒരു മര്യാദയുണ്ട്. നിങ്ങൾക്ക് ഡിവോഴ്സ് കൊടുക്കുകയോ ആ ഡിവോഴ്സ് മേടിച്ചിട്ട് പോവുകയോ ഒക്കെ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് പറയണം, എനിക്ക് നിന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന ആളല്ല നീ, എനിക്ക് നിന്റെ സ്വഭാവം ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ എന്താ പറയുക കെയറിങ് കിട്ടുന്നില്ല എന്നൊക്കെ പറയാം. അത് സ്വാഭാവികം. പക്ഷെ ഇതൊന്നും പറയാണ്ട് പെട്ടെന്ന് രാത്രി അങ്ങ് ബാഗ് തൂക്കി പോവുകയാണ് ഒരാൾ വിളിച്ചപ്പോഴത്തേക്ക്. ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ ഒരു മനുഷ്യന്റെ അവസ്ഥ. ഇപ്പത്താണ് കഴിഞ്ഞ 2 ദിവസത്തിന് മുന്നേ എന്താണ് ഒരു പടമൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു റിലീസിൽ കുറച്ച് ഫ്ലോപ്പൊക്കെ ആയിപ്പോയി പറയുന്നത്. അതിലും രണ്ടുപേരും ഒരുമിച്ചായിട്ടാണ്. പുറമെ നിന്ന് നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, ആർക്കും നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. എന്നിരുന്നാലും ഇത് ഭയങ്കര ഒരു ചെറ്റത്തരം തന്നെ ഞാൻ പറയത്തുള്ളൂ. വഞ്ചന, ചതി, കൂടെ നിന്ന് ചതിക്കുന്നു എന്നൊക്കെ പറയുന്നില്ലേ, അതാണ് ഈ സെയിം എന്ന് പറയുന്നത്. എന്തായാലും ആ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വരുത്തിയപ്പോഴുള്ള ഒരു പയ്യന്റെ മാനസികാവസ്ഥ എത്രത്തോളം നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. നമ്മുടെ കൂടെയുള്ള ഒരു വ്യക്തിയെ തന്നെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വർഷങ്ങൾ എടുത്ത് മാത്രമേ അവരുടെ റിയൽ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഈ ഒരു സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരാളുടെയും ക്യാരക്ടർ മുഴുവനായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് പറഞ്ഞിട്ട് ഇവിടെ 2 ദിവസം മുന്നേ വീഡിയോ ചെയ്തിരിക്കുന്നു, നല്ല ഹാപ്പി ആയിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. രണ്ടുപേരും നല്ല ഹാപ്പിയാണ്. പിന്നെ പെട്ടെന്ന് പൊടുന്നനെ ഒരു ദിവസം അങ്ങ് ഇറങ്ങി പോവാണ്. എന്നാ പിടിച്ചു, ഞാൻ ദാ പോവാണ്, നീ നിന്റെ പാടുപോക്കി പൊയ്ക്കോ എന്നുള്ള രീതിയിൽ. കാരണം വേറൊരു വ്യക്തി വേണമെന്ന് പറഞ്ഞിട്ട് പോയ ആളല്ലേ. അപ്പൊ ഇനി വന്നാലും സ്വീകരിക്കാണ്ടിരിക്കുക, അതായിരിക്കും നല്ലത്. ചിലപ്പോൾ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞു വിട്ടു. പക്ഷെ ഞാൻ പറഞ്ഞ സ്വീകരിക്കരുത്. കാരണം ഒരാളെ വേണ്ടാന്ന് പറഞ്ഞിട്ട് വേറൊരു വ്യക്തിയോട് അത്രയും ധൈര്യപൂർവ്വം ഇറങ്ങിപ്പോയതല്ലേ. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും, അയ്യോ എനിക്ക് ആ ഒരു വ്യക്തി മതിയായിരുന്നു, ഈ ഒരു വ്യക്തി വേണ്ടായതെന്ന്.
മനസ്സിലാക്കുന്ന ഒരു സമയം വരുമ്പോൾ എല്ലാ സമയവും കഴിഞ്ഞിരിക്കും. അതാണ് സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. ആ ഒരു നല്ലൊരു ഫ്യൂച്ചറാണ് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഇല്ലാണ്ടാക്കിയിട്ട് സ്വന്തം ഇഷ്ടത്തിന് അങ്ങ് ഇറങ്ങിപ്പോയത്. ഇനി ഇതുപോലെ ഒരു ഫ്യൂച്ചർ കിട്ടുമെന്ന് ആലോചിക്കുന്നുണ്ടോ? ഒരിക്കലും കിട്ടത്തില്ല. നല്ലൊരു ഫ്യൂച്ചറാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഫ്യൂച്ചറിനെ തല്ലിക്കെടുത്തിട്ടാണ് ഇപ്പൊ ഇനി അവരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ മുഖങ്ങളും റിയൽ അല്ല. അവരുടെ പുറമേ കാണിക്കുന്നത് കുറെ വീഡിയോസിന് മാത്രമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. റിയൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറും ഒരാളിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടില്ല, ഇതുവരെയ്ക്കും അങ്ങനെ വരികയില്ല. അപ്പം നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ കേൾക്കുമ്പോഴാണ് അറിയുന്നത്, അയ്യോ ഇവര് ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമേ ഇത്ര സ്നേഹമുള്ളൂ, അല്ലാണ്ട് സ്നേഹമില്ലേ എന്നുള്ളൊരു രീതി വരും. ഇതിപ്പം നമുക്കതൊന്നും പറയേണ്ട കാര്യമില്ല. എന്നിരുന്നാലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഡിവോഴ്സ് മേടിച്ചിട്ട് പിരിയായിരുന്നു. ആ ഒരു ഡിവോഴ്സ് മേടിച്ച് നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തോടെ ഇഷ്ടത്തോടെ ജീവിക്കാമെന്ന് എപ്പോഴും പറയുന്നുള്ളൂ. അങ്ങനെയാണ് ചെയ്യാനുള്ളത്. അല്ലാണ്ട് ഒരാളുടെ കൂടെ ഇരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം വേറൊരാൾ വിളിച്ചപ്പോഴത്തേക്ക് ആളുടെ കൂടെ ഇറങ്ങിപ്പോയിട്ട് അത് ഒരു ജീവിതമാണോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിച്ചു തരുന്ന കാര്യങ്ങളിൽ കഷ്ടം തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇത്രയും വേണ്ടായിരുന്നു. ഇതൊരു ചതി വഞ്ചന ആ ഒരു രീതിയിൽ വരുന്ന ഒരു കുറച്ച് കാര്യങ്ങളാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. വേറൊരാളുടെ കൂടെ പോകണ്ടെന്ന് ആരും പറയുന്നില്ല, ആരും പിടിച്ചു നിർത്തുന്നില്ല. പക്ഷേ അതിനൊരു മര്യാദയുണ്ട്. അത് മര്യാദ എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരാളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഡിവോഴ്സ് കൊടുക്കുക. ഡിവോഴ്സ് കൊടുത്താൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തി, അത് പയ്യനോ ആവട്ടെ ഇല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയോ ആവട്ടെ, ആരുടെ ആണെങ്കിലും ജീവിതം രക്ഷപ്പെടും. ഒരു സമയം കൊണ്ട് രാത്രി പോവുകയാണ്. എന്താ അല്ലേ, കഷ്ടം തോന്നുന്നുണ്ട്. ഒരാൾ ഉറങ്ങുന്ന സമയത്ത് തന്റെ ഭാര്യ, അതും ഈ ഒരു സമൂഹത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഒരു പയ്യന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അഖിൽ എന്ന് പറയുന്ന ഒരു പയ്യൻ ഭയങ്കര മാനസിക ബുദ്ധിമുട്ടായിരിക്കും. സ്നേഹിച്ച് കല്യാണം കഴിച്ചു. ഒന്നെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് നേരത്തെ കൂട്ടി ഒരു ബന്ധം ഉണ്ടായിരുന്നായിരിക്കാം. അതായിരിക്കാം ആ ഒരു പെൺകുട്ടി. പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ചാല് മനുഷ്യരെ നമുക്ക് പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം വെച്ചാലും ചക്കയാണെങ്കിൽ ചൂഴ്ന്നു നോക്കാം, നമുക്ക് മനുഷ്യനെ ചൂഴ്ന്നു നോക്കാൻ പറ്റും? ഒരിക്കലില്ല. മനുഷ്യന്റെ കൂടെ അടുത്തടുത്ത് വരുമ്പോഴേ ഓരോ വ്യക്തികളുടെ, അത് ഏത് തരം വ്യക്തികളാണെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അസോസിയേഷൻ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തിന്റെ കാര്യത്തിനാണെന്ന് അറിയത്തില്ല. വഴക്കും വക്കാണത്തിന് മാത്രമേ ഉണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം വന്നിട്ട് എനിക്ക് മെൻസിന്റെ ഒരു കമ്മീഷൻ ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ആണുങ്ങൾ മൊത്തത്തിൽ ഇപ്പൊ ചതിക്കപ്പെടുകയാണ്. പെണ്ണുങ്ങളും ചതിക്കപ്പെടുന്ന ഒരു സൈഡ് ഉണ്ട് നമുക്ക്. എന്നാലും ഈ ഒരു ഒളിച്ചോട്ടം എന്നൊക്കെ പറയുന്നതേ ഒന്നുമില്ലെങ്കിലും ആ ഒരു പബ്ലിസിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് ഒരു പയ്യനോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പയ്യന് ഈ ഒരു പെൺകുട്ടിയായിട്ട് പറ്റുന്നില്ലായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ആ ഒരു പയ്യനെ ചതിച്ചിട്ട് ഇങ്ങനെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്തിട്ട് എനിക്ക് നിന്നോട് ജീവിക്കാൻ താല്പര്യമില്ല, നിന്റെ സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഇല്ലെങ്കിൽ നീ ഞാൻ വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല, ഇല്ലെങ്കിൽ എനിക്ക് നിന്നെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ല, ഞാൻ വിചാരിക്കുന്ന പോലത്തെ എനിക്ക് കെയറിങ് കിട്ടുന്നില്ല, ഇല്ലെങ്കിൽ എനിക്ക് ഇന്നതുപോലെ ഒരാളുമായിട്ട് ഇഷ്ടമുണ്ട്, അപ്പം ഞാൻ അങ്ങ് പോവാണ് എന്ന് ലിസ്റ്റ് പറയുക. ആ ഒരു പ്രശ്നം അവിടെ തീരും. നല്ലൊരു മനുഷ്യനാണെങ്കിൽ അവിടെ തന്നെ തീർത്തു തരും. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ പോവാ എന്ന് പറഞ്ഞു തരും. എന്ത് ബർത്ത്ഡേക്ക് എന്തോ ആണെന്ന് തോന്നുന്നു, കാറ് വേണമെന്ന് പറഞ്ഞ് കാറിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കാർ മേടിച്ചു കൊടുക്കുന്നതായിട്ട്. അപ്പൊ ഇതൊക്കെ ഉണ്ട്. ചില ആൾക്കാർക്ക് സുഖ സൗകര്യം പോരാന്ന് പറഞ്ഞപ്പോൾ, ചില ആൾക്കാർക്ക് എല്ലാം ഉണ്ടായിട്ടും എനിക്ക് അവിടെ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞപ്പോൾ I need a car as a surprise gift. Okay. You have a surprise, baby. Oh my god, what's it? We will buy this one. Oh, is this a burger shop? But this will be more than 50 lakh. Okay. Don't open your eyes, okay? Here? Okay. Make it fast. But the EMI will be more than 1 lakh. That car was nice. Wow, what a surprise. തൻ്റെ കൂടെ ഒരു വർഷം അല്ലെങ്കിലും താമസിച്ചല്ലോ ഒരു വ്യക്തി. ആ ഒരു വ്യക്തിയെ ഉറങ്ങുന്ന സമയത്ത് ഞാൻ പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ബാഗും വിളിക്കാൻ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. വിളിക്കാൻ വന്ന സമയത്ത് പുറത്തെന്തോ വണ്ടി എന്തോ ഇട്ടിരുന്ന് ഓടിച്ചാടിയാൻ കയറി പോവുകയാണ്. പോലീസ് സ്റ്റേഷനിൽ പരാതി അറിയിച്ചപ്പോഴത്തേക്ക് ആ പെൺകുട്ടി അവിടെ വിളിച്ചു വരുത്തി. നൂറനാടെന്തോണ് ആ ഒരു സ്ഥലം. ആ ഒരു സ്ഥലത്ത് വിളിച്ചു വരുത്തിയപ്പോഴത്തേക്ക് ആരോട് പോകണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നേരെ ആ ഒരു പയ്യൻ്റെ കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞു. ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. തൻ്റെ കൂടെ അതുവരെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു ദിവസം വേറൊരാളുടെ കൂടെ പോയാൽ മതി എന്ന് പറയുമ്പോൾ ഒരു അവസ്ഥ ഒരിക്കലും ഇതിനോട് യോജിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്ന എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഒരാളോട് താല്പര്യം ഇല്ല, ജീവിക്കാൻ താല്പര്യമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ വ്യക്തിയോട് തുറന്നു പറയുക. കാരണം ആ ഒരു വ്യക്തിയോട് തുറന്നു പറയുമ്പോൾ ആ ഒരു സൊല്യൂഷൻ കണ്ടെത്തി തരും. ഒന്ന് ഡിവേഴ്സ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ, ഒരാൾ ഇഷ്ടമില്ലാതെ ഒരാളുടെ കൂടെ ജീവിക്കുന്ന ഒരിക്കലും
സാധ്യമായിട്ടുള്ളൊരു കാര്യമില്ല. ഒരാൾക്ക് ഇഷ്ടക്കേട്ട് തോന്നുന്നുണ്ടെങ്കിൽ മുതൽ അത് സാധ്യമാകുന്ന കാര്യമേ അല്ല. എന്നാൽ അത് മറിച്ച് അതൊരു ഒത്തുതീർപ്പായി സ്നേഹത്തോടെ പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇതങ്ങനെയല്ല, അങ്ങ് പോയി കളഞ്ഞു. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കേ, നമ്മൾ ഈ ചെയ്യുന്നത് കുറച്ച് നാൾ ഭയങ്കര ഇതായിരിക്കും തോന്നും, പിന്നെ ആയിരിക്കും ചിന്തിക്കുന്നത് അയ്യോ പോകണ്ടായിരുന്നു എന്നുള്ളൊരു ചിന്ത പിന്നെ വരും. അവസാനം തിരിച്ച് കയറാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ നേരത്തെ കൂട്ടി ഇതിന്റെ കാര്യങ്ങൾ ചിന്തിച്ചാൽ അത്രയും നന്നായിരിക്കും. വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യം കേട്ടോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഇത്രയുള്ള ഒരു വീഡിയോ.